ഞങ്ങളുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം പളനി ടു മധുരയായിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അസാധ്യ തിരക്ക് പിടിച്ച നഗരമാണ് മധുരൈ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തുള്ള പാർക്കിങ്ങിലൊന്നും ഇട്ടില്ല, കുറച്ചങ്ങ് മാറിയിട്ടിട്ട് ഓട്ടോയ്ക്കാണ് ചെന്നത്. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ നമ്മുടെ ഗോപുരങ്ങളെല്ലാം തുണിയൊക്കെ കെട്ടി എന്തോ പണി നടക്കുമായിരുന്നു. അവരുടെ മെയിൻ ഉത്സവമായ തിരുവഴിക്ക് മുന്നേ ആയിട്ട് ഈ പണിയെല്ലാം തീർക്കും എന്നാണ് അവർ പറയുന്നത്. അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാനും കുട സൂക്ഷിക്കാനും ഫോൺ ഡെപ്പോസിറ്റ് ചെയ്യാനും എല്ലാത്തിനുമുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ ചില സാധനങ്ങളൊന്നും അകത്തേക്ക് കയറ്റില്ല. എൻ്റെ പെർഫ്യൂം പോയി, പിന്നെ കുട വെക്കാനായിട്ട് രണ്ടാമത് പുറത്തേക്ക് ഇറങ്ങി വരേണ്ടി വന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, കുട, പോക്കറ്റ് പെർഫ്യൂം, സാനിറ്റൈസർ ഇതൊന്നും അലൗഡ് അല്ല. ഈ സ്ട്രിക്റ്റ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറും. അകത്ത് 2 തരം ടിക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. 100 രൂപയുടെ സ്പെഷ്യൽ ദർശൻ ടിക്കറ്റും 50 റുപ്പീസിൻ്റെയും. ബേസിക്കലി അതിൻ്റെ അകത്ത് 2 അമ്പലമുണ്ട്, മീനാക്ഷി അമ്മൻ കോവിലും സ്വാമി കോവിലും. ഇത് സ്പെഷ്യൽ ദർശൻ ടിക്കറ്റാണ്. പെട്ടെന്ന് ക്യൂ നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് കയറുന്നത്. അമ്പലത്തിൻ്റെ ചുറ്റും നമ്മളെ പറ്റിക്കാനും കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. VIP ദർശനം എടുക്കാം, 750 റുപ്പീസ് പെർ ഹെഡ് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ അടുത്ത് കുറേ പേര് വന്ന് അപ്രോച്ച് ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും എടുത്തില്ലായിരുന്നു. 100 റുപ്പീസിൻ്റെ ടിക്കറ്റ് വെച്ച് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം സ്പീഡിൽ നീങ്ങി കാണാൻ പറ്റിയായിരുന്നു. അമ്പലത്തിൻ്റെ ചുറ്റും ഇതുപോലുള്ള ഓടും ചെമ്പുമായിട്ടുള്ള പാത്രങ്ങൾ വിൽക്കുന്ന കടകൾ, സാരി കടകൾ, ഹാൻഡ്ലൂം കടകൾ, പെയിൻറ്റിങ്സ് വിൽക്കുന്ന കടകൾ, അങ്ങനെ ഒരുപാട് കടകളുണ്ടായിരുന്നു. പക്ഷെ വെയിലായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു രാത്രി ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങാമെന്ന്. ഞങ്ങൾ മധുരയിൽ ലഞ്ച് കഴിച്ചത് ശ്രീ ഗൗരി പാർവതി ഭവനിൽ നിന്നായിരുന്നു. നല്ല മീൽസും സ്പെഷ്യൽ ബിരിയാണിയും മഷ്റൂം 65 ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഈവനിങ്സ് ആയിക്കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് വണ്ടിയൂർ മാരിയമ്മൻ കോവിൽ തെപ്പക്കുളം എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാരി ഷോപ്പിങ്ങിന് വേണ്ടിയാണ്.